കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയായ NGO അസോസിയേഷൻ പിളർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പക്ഷത്തുള്ള ജാഫർ ഖാനെ പ്രസിഡന്റായി ഒരു വിഭാഗം പ്രഖ്യാപിച്ചു. എന്നാൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ പക്ഷക്കാരനായ ചവറ ജയകുമാർ പ്രസിഡന്റായി തുടരുമെന്ന് മറുപക്ഷം നിലപാടെടുത്തു. അതേസമയം തർക്കത്തിൽ ഇടപെട്ട KPCC ചവറ ജയകുമാർ അധ്യക്ഷനായ കമ്മിറ്റിയാണ് ഔദ്യോഗിക പക്ഷമെന്ന് വ്യക്തമാക്കി. ജാഫർ ഖാനെ പുറത്താക്കിയത് KPCC നിർദ്ദേശം അനുസരിച്ചാണെന്നും അറിയിച്ചു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, രണ്ട് നേതാക്കൾക്കിടയിലെ തർക്കമല്ല, ഒരു അസോസിയേഷന്റെ പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ? സുജയ, ഇന്നാണ് NGO അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി നിലവിലെ ജനറൽ സെക്രട്ടറി എം എസ് ജാഫർ ഖാനെ തിരഞ്ഞെടുത്തു എന്ന് ഒരു വിഭാഗം പറയുന്നത്. പക്ഷെ അതല്ല, നിലവിലുള്ള പ്രസിഡന്റ് ആയ ചവറ ജയകുമാർ തന്നെയാണ് NGO അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് ഒരു വിഭാഗം പറയുന്നു. ഇതാണ് NGO അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഓഫീസ്. ഈ ഓഫീസിനകത്തുള്ളത് നിലവിലെ പ്രസിഡന്റ് ചവറ ജയകുമാറിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. അവർ ഇതിനകത്തേക്ക് മറ്റ് പുറത്തുനിന്നുള്ള ആളുകളെ, അതായത് പുതുതായി പ്രസിഡന്റായി തിരഞ്ഞെടുത്ത MS ജാഫർ ഖാൻ ചുമതല ഏറ്റെടുക്കാനും മറ്റും വരുന്ന സമയത്ത് അവരകത്തേക്ക് കയറുകയും ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല, പ്രസിഡന്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഫീസ് അവിടെ പ്രവർത്തിക്കാൻ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു. ആ സമയത്ത് പോലീസ് വന്നു, ഗേറ്റ് തടഞ്ഞു. നേരെ എതിർവശത്ത് ക്യാമറ തിരിക്കുമ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന ആളുകളാണ് ജാഫർ ഖാനെ പിന്തുണയ്ക്കുന്ന ആളുകൾ. ഇവർ പറയുന്നത് ജാഫർ ഖാനാണ് പ്രസിഡന്റ്, നിലവിലുള്ള ചവറ ജയകുമാറിനെ പുറത്താക്കിയെന്നാണ്. ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡന്റുമാരെ പുറത്താക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ VD സതീശനും K സുധാകരനും തമ്മിലുള്ള രണ്ട് പക്ഷമായി നിന്നുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായാണ് NGO അസോസിയേഷനിലെ ഈ പിളർപ്പും എന്ന് മനസ്സിലാക്കുന്നു. K സുധാകരനെ പിന്തുണയ്ക്കുന്ന ആളാണ് നിലവിലെ സംസ്ഥാന പ്രസിഡന്റായ ചവറ ജയകുമാർ. VD സതീശനെ പിന്തുണയ്ക്കുന്ന ആളാണ് ഇപ്പോഴുള്ള പ്രസിഡന്റായ ജാഫർ ഖാൻ. ഈ ജാഫർ ഖാന് ഇവിടെ ആളുകൾ സ്വീകരണവും മറ്റും നൽകുകയാണ്. ഇവിടെ ഇപ്പം അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല അല്ലേ? അകത്തേക്ക് കയറാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലീസ് അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ തടസ്സമൊന്നുമില്ല. നിങ്ങളിവിടെ ഇപ്പം തുടരുകയാണോ? എങ്ങനെയാണ്? ഇല്ല, ഞങ്ങൾ കുറച്ച് നേരമായി നിൽക്കുകയാണ്. അതിനകത്തോട്ട് കയറാൻ വന്നപ്പോൾ പോലീസ് അത് തടയുന്ന ഒരു കണ്ടീഷൻ വന്ന് ആ വിഷയം ഒരു വലിയ വിഭാഗീയമായ ഈ സംഘടനയുടെ വിഷയമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങൾ അതിന് നിന്നു കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് കയറിയൊന്നും കാര്യമല്ല. ഞങ്ങൾ അല്പം കഴിഞ്ഞ് വന്നോളാം, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ ഈ ഓഫീസിനകത്ത് കയറിക്കോളാം. അതായത് നിലവിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ജാഫർ ഖാനാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ ഈ ഭാഗത്ത് നിന്ന് പോവുകയാണ്. നാളെയോ മറ്റന്നാളോ വന്ന് ഇതിന് ശേഷം പ്രസിഡന്റ് കസേരയിലേക്ക് ഇരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ അകത്ത് KPCCയുടെ സ്റ്റാൻഡ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ചവറ ജയകുമാർ, അതായത് K സുധാകരനെ പിന്തുണയ്ക്കുന്ന നിലവിലെ പ്രസിഡന്റായ ചവറ ജയകുമാർ ആണ് ഔദ്യോഗിക NGO അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അവരാണ് ഔദ്യോഗിക വിഭാഗമെന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. അതിനകത്തും ചില തർക്കങ്ങൾ, സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ ഇവരെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും വന്നില്ലല്ലോ അല്ലേ? ഇല്ല, പരസ്യമായ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും വന്നില്ല. പക്ഷേ നമ്മൾ രണ്ട് പക്ഷത്തുമുള്ള നേതാക്കളോട് സംസാരിക്കുമ്പോൾ സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ ജാഫർ ഖാനാണ് പ്രസിഡന്റ്, സുധാകരനെ അനുകൂലിക്കുന്ന ആളുകൾ ചവറ ജയകുമാറാണ് പ്രസിഡന്റ് എന്ന സ്റ്റാൻഡ് ക്യാമറയ്ക്ക് മുമ്പിലൊന്നും പറയാൻ തയ്യാറില്ല. അതല്ലാതെ അവർ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ട് KPCC നേതൃത്വം ഒരു സമവായത്തിലൊക്കെ എത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതെത്തിയില്ല. KPCCയുടെ ഓഫീസ് സെക്രട്ടറി കൂടിയായ M ലിജുവും KPCC സെക്രട്ടറിയായ സുബോധനുമായിരുന്നു NGO അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളത്. ഇവർ രണ്ടുപേരും അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് എത്തുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇവർക്കിടയിൽ സംഘർഷമുണ്ടാവുകയും നിലവിലെ പ്രസിഡന്റ് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. പ്രസിഡന്റ് ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് അവകാശപ്പെട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ പ്രസിഡന്റ് അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റായ ഉമാശങ്കറിനെ അധ്യക്ഷനാക്കിയാണ് ജാഫർ ഖാൻ അനുകൂലികൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ വിജയിച്ചതായി അവകാശപ്പെടുന്നത്. എന്തായാലും KPCC ആയിരിക്കും ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കുക. നിലവിൽ രണ്ട് പ്രസിഡന്റുമാർ NGO അസോസിയേഷൻ വന്നു. അതിനർത്ഥം ആ അസോസിയേഷൻ പിളർന്നു എന്നാണ്. രണ്ട് ചേരിതിരിവിലേക്ക് നയിച്ചിരിക്കുന്നു. KPCC ചവറ ജയകുമാറിന്റെ പക്ഷമാണ് ഔദ്യോഗിക പക്ഷമെന്നിപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.